ഇന്നലെ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ലോകം. സംസ്കാര ശുശ്രൂഷകൾക്ക് കർദിനാൾ കെവിൻ ഫാരലും കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീൻ ജിയോവന്നി ബാറ്റിസ്റ്റയും നേതൃത്വം നൽകും. റോമിലെ സെയിന്റ് മേരി മേജർ ബസലിക്കയിലായിരിക്കും ആഗോള കത്തോലിക്ക സഭയുടെ എക്കാലത്തെയും ജനകീയനായ പാപ്പയുടെ അന്ത്യവിശ്രമം. ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങളൊന്നും പാടില്ലെന്ന് മരണപത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. പാപ്പയുടെ വിയോഗത്തിൽ ലോക നേതാക്കളെല്ലാം അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. ദുഃഖസൂചകമായി വൈറ്റ് ഹൌസിൽ പതാക താഴ്ത്തിക്കെട്ടി. വിവരങ്ങളുമായി അപർണ കുറുപ്പ് ചേർന്നു. അപർണ, എങ്ങനെയായിരുന്നു തന്റെ ജീവിതം, അതുപോലെ തന്നെ വേണം തന്റെ മരണവും മരണാനന്തര കാര്യങ്ങളുമെന്ന് കൃത്യമായി മരണപത്രത്തിൽ രേഖപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പകിട്ടുകൂടിയ സെന്റ് പീറ്റേഴ്സ് ബസലിക്ക വേണ്ട, പകരം സെന്റ് മേരി മേജർ ബസലിക്കയിൽ മതി അന്ത്യവിശ്രമം എന്നതുൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ വത്തിക്കാൻ പുറത്തുവിടുന്ന വിവരങ്ങൾ? ശ്രീജ, വത്തിക്കാനിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത് സംസ്കാര ചടങ്ങുകൾക്കടക്കം നേതൃത്വം നൽകുന്ന കാർഡിനൽ കെവിൻ ഫാരലും കാർഡിനൽ പിയറോ പാരലൻ അടക്കമുള്ളവർ പാപ്പ താമസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പാപ്പൽ അപ്പാർട്ട്മെന്റ് അത് അടച്ച് പൂട്ടിയിരിക്കുന്നു. അത് തന്നെ ഒരു പ്രത്യേക ചടങ്ങാണ്. സർട്ടിഫിക്കേഷൻ ഓഫ് ഡെത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ചടങ്ങാണ് അത്. കാസ സാന്റ മാർട്ടയിലാണ് ഈ സർട്ടിഫിക്കേഷൻ ഓഫ് ഡെത്ത് അടക്കമുള്ള ചടങ്ങുകൾ നടന്നിരിക്കുന്നത്. ഇനി ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് പാപ്പയുടെ മരണപത്രവുമായി ബന്ധപ്പെട്ടുള്ള മരണകാരണം ഹൃദയ സ്തംഭനവും പക്ഷാഘാതവുമാണെന്ന് ഒരു 6 മണിക്കൂർ മുമ്പാണ് ആ മരണകാരണം വ്യക്തമാക്കിക്കൊണ്ട് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ശ്രീജ പറഞ്ഞ പോലെ തന്നെ റോമിലെ സെയിന്റ് മേരി മേജർ ബസലിക്കയിലാകണം തന്റെ സംസ്കാര ചടങ്ങുകളെന്ന് മാർപ്പാപ്പ മരണപത്രത്തിൽ കുറിച്ചിരിക്കുന്നു. എല്ലാ മുൻ മാർപ്പാപ്പമാരിൽ മിക്കവരും അന്ത്യവിശ്രമം കൊള്ളുന്നത് വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിലാണ്. പക്ഷേ അതേസമയം തനിക്ക് സെയിന്റ് മേരി മേജർ ബസലിക്കയിൽ വേണം, പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ല, വളരെ ലളിതമായിട്ട് വേണം ചടങ്ങുകളൊന്നും, ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതി എന്നുകൂടി പത്രത്തിൽ പറയുകയാണ്. അദ്ദേഹം എങ്ങനെയാണോ ജീവിച്ചത് അതനുസരിച്ചുള്ള ഒരു മടങ്ങിപ്പോക്ക് തന്നെയാണ് തനിക്ക് വേണ്ടത് എന്ന് നിഷ്കർഷിച്ചുകൊണ്ടുള്ള ഒരു മരണപത്രം കൂടിയാണ് വരുന്നത്. ഇന്നലെ തൊട്ടേ സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്ക് 10,000-കണക്കിന് വിശ്വാസികൾ ഒഴുകിയെത്തുന്ന സാഹചര്യം. ഡൊണാൾഡ് ട്രംപ് അടക്കം, ബ്രസീലിന്റെ ലുല ഡിസിൽവയടക്കം പസഫിക് ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാം ഭരണത്തലവന്മാർ, മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഭരണത്തലവന്മാർ, അങ്ങനെ ഒരിക്കലും ഒരു കത്തോലിക്ക സഭയുടെ ഒരു പരമാധികാരിയായിരുന്ന ഒരാൾക്ക്, അധ്യക്ഷനായിരുന്ന ഒരാൾക്ക് ഇതുവരെ ലഭിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ യാത്രയയപ്പ് വരുന്നത് ലോകരാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്ന ഒരു സംസ്കാര ചടങ്ങാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇതിൽ അമേരിക്കൻ ഭരണകൂടം അടക്കം ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ വ്യക്തമായ നിലപാടുകൾ പലതവണ പ്രകടമാക്കിക്കൊണ്ട് വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ഭരണകൂടങ്ങളാണ്. പക്ഷേ ആ ഭരണകൂടങ്ങൾ പോലും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ ആദരവ് അർപ്പിച്ചുകൊണ്ട് നേരിട്ട് ഭരണാധികാരികൾ പങ്കെടുത്തു. ട്രംപിനോട് തന്നെ നേരിട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ കരുണാവാനായിരുന്ന മനുഷ്യനായിരുന്നു, വൈദികനായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഭരണാധികാരികളും വരുന്ന ഒരു ചടങ്ങായിട്ട് മാറും. എപ്പോൾ 4 തൊട്ട് 6 ദിവസം വരെയുണ്ട് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇനി അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ പോലെ ആരായിരിക്കും ഇനി വത്തിക്കാനിൽ ഉണ്ടാവുക എന്നുള്ള അടുത്ത വത്തിക്കാനിലെ തീരുമാനം, ഏത് തരത്തിലാണ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്ന് തീരുമാനിക്കുക. ഇന്ത്യയും ആദരസൂചകമായിട്ട് 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ രാജ്യത്ത് സർക്കാർ മന്ദിരങ്ങളിലെ ദേശീയ പതാക താഴ്ത്തിക്കെട്ടിക്കൊണ്ട് തന്നെ ഈ ദുഃഖാചരണത്തിന്റെ ഭാഗമാകുകയാണ് പൂർണ്ണമായിട്ടും. കഴിഞ്ഞ G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നതാണ്. അത്യാഘാതമായ രീതിയിലുള്ള ദുഃഖമാണ് താൻ രേഖപ്പെടുത്തുന്നത് എന്ന് നരേന്ദ്രമോദി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യ തൊട്ട് മിഡിൽ ഈസ്റ്റ് വരെ വ്യത്യസ്തമായിട്ടുള്ള മത ആചാരങ്ങൾ പുലർത്തുന്ന രാഷ്ട്രങ്ങളുടെ ഭരണത്തലവന്മാർ പോലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അത്യാഘാതമായ ദുഃഖം രേഖപ്പെടുത്തുക മാത്രമല്ല ഈ സംസ്കാര ചടങ്ങുകൾ പങ്കെടുത്തുകൊണ്ട് അതിൽ സാന്നിധ്യം ഉറപ്പാക്കുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്.
വത്തിക്കാനിൽ നിന്ന് നമുക്ക് പുതിയ അപ്ഡേറ്റുകളിലേക്ക് നോക്കുമ്പോൾ വത്തിക്കാനിൽ നിന്ന് ഇനി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കെവിൻ ഫാരലാണ്, കാർഡിനൽ കെവിൻ ഫാരലാണ് സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഒരു 4 മണിക്കൂർ മുമ്പാണ് പോപ്പ് ഫ്രാൻസിസ് ജീവിച്ചിരുന്ന കാസ സാന്റാ മാർത്തയിലെ അപ്പാർട്ട്മെന്റ് ലോക്ക് ചെയ്യുന്ന ചടങ്ങ് നടന്നത്. കെവിൻ ഫാരൽ, പിയട്രോ പാരലിൻ, ആർച്ച് ബിഷപ്പ് എഡ്ഗാർ പേന പാറാസിൽ, അങ്ങനെ 3 വൈദികർ ചേർന്നുകൊണ്ട് ഈ അപ്പാർട്ട്മെന്റിന്റെ ഡോറുകൾ സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒരു ചടങ്ങ് കൂടിയാണ്. ഇത് 1 മണിക്കൂർ നീണ്ടു നിന്ന ചടങ്ങായിരുന്നു അത്. ഇനി ജനറൽ കോൺഗ്രിഗേഷൻ, ഈ കാർഡിനൽസിന്റെ ആദ്യത്തെ ജനറൽ കോൺഗ്രിഗേഷൻ ചൊവ്വാഴ്ച, വത്തിക്കാൻ സമയം ചൊവ്വാഴ്ച രാവിലെയാണ് നടത്തുക. എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക എന്നുള്ളത് അപ്പോഴാണ് തീരുമാനിക്കുക. വത്തിക്കാനിൽ ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന ഈ കോൺഗ്രിഗേഷനിൽ തീരുമാനിക്കും കൃത്യമായിട്ടുള്ള ഡേറ്റ് എപ്പോഴായിരിക്കും എന്നുള്ളത്. അതിൽ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 4 തൊട്ട് 6 വരെ ദിവസം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അദ്ദേഹം ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ശ്രീജ, ശരി. വെബ്സൈറ്റിൽ നിന്ന് സഭയുടെ പരമാധ്യക്ഷൻ എന്നുള്ള പാപ്പയുടെ ചിത്രവും വിവരങ്ങളും മാറ്റിക്കഴിഞ്ഞു. അതും താൽക്കാലികമായി ഇങ്ങനെ മാർപ്പാപ്പയുടെ മരണശേഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്ന് വത്തിക്കാനിൽ കർദിനാൾമാരുടെ യോഗം ചേരും. എന്നിട്ടായിരിക്കും സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. മരണത്തിന് തൊണ്ടാഭരണ ഗാസ മാത്രമല്ല, അമേരിക്കയിൽ ഒരുപക്ഷെ കത്തോലിക്ക സഭയിൽ അംഗങ്ങളായ JD വാൻസ് അടക്കമുള്ളവരുള്ള ഒരു ഗവൺമെന്റ് കുടിയേറ്റക്കാരെ വളരെ മനുഷ്യത്വരഹിതമായി തിരിച്ചയക്കുമ്പോൾ അദ്ദേഹത്തെ ഏതൊരു അധികാരത്തിന്റെ ആക്കത്തിൽ ചെയ്യുന്ന ഏതൊരു മോശം കാര്യവും ഏറ്റവും മോശമായി അവസാനിക്കുമെന്ന് പറയാൻ മടി കാണിക്കാത്ത ആളാണ് മാർപ്പാപ്പ. അതായത് ഒരുപക്ഷെ മുൻപ് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ആഗോള പ്രശ്നങ്ങളിൽ എല്ലാം മനുഷ്യനായി സ്നേഹത്തിന്റെ കണ്ണിലൂടെ വേണം കാണാൻ എന്ന് ഉറക്കെ പറയുകയും അധികാരഘടനയിൽ ഒന്നാമത് നിൽക്കുന്ന അമേരിക്കയെ വരെ വിമർശിക്കാൻ മടി കാണിക്കാതിരിക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ് പാപ്പ. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം എന്തൊരു ധീരനായിരുന്നു എന്നുകൂടി ഈ സമയത്ത് ഓർക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ശ്രീജ, ആരായിരിക്കും പാപ്പയുടെ പിൻഗാമി എന്നുള്ളത് സംബന്ധിച്ചും ലോകം ഉറ്റുനോക്കുകയും ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നത്. ഈ നിമിഷത്തിൽ നമുക്ക് പുറത്തു വരുന്ന നമ്മൾ പുറത്തു വരുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേറ്റുകൾ കൂടിയാണ്. കഴിഞ്ഞ മുൻകാലങ്ങളിൽ നടന്നിരുന്നത് പോലെയുള്ള, അതായത് മാർപ്പാപ്പയുടെ ഭൗതികദേഹം സൈപ്രസിൻ്റെയും ഓക്കിൻ്റെയും അടക്കമുള്ള 3 കോഫിൻസിൽ വെക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള ചടങ്ങുകളുണ്ട്. ഇത്തവണ അതുണ്ടാവുകയില്ല. പകരം ഒരു വുഡൻ്റെ കോഫിനിലായിരിക്കും ഇത് വെക്കുക എന്ന് അറിയുന്നു. അദ്ദേഹത്തിൻ്റെ ഫോർമൽ ഡിക്ലറേഷൻ ഓഫ് ഡെത്തിലടക്കം അദ്ദേഹം പുറത്തുവിട്ട മരണപത്രത്തിലടക്കം അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ, അദ്ദേഹത്തിൻ്റെ വസ്ത്രം എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. റെഡ് ഒരു ലിറ്റർജിക്കൽ ഡ്രസ്സിനകത്തായിരിക്കും അദ്ദേഹം ഉണ്ടാവുക. ബിഷപ്പുമാരുടെ പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രധാരണം ഉണ്ടാകും. ഒരു വൂളൻ സ്റ്റോളും ഒരു സ്കാർഫുമായിരിക്കും അദ്ദേഹത്തെ ധരിപ്പിക്കുക എന്നാണ് പറയുന്നത്. ഇനി സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിലേക്ക് കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ വരുന്ന ചർച്ചകൾ ആരായിരിക്കും ഏറ്റവും പുതിയ മാർപ്പാപ്പ എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ കർദിനാൾ പീറ്റർ എർദോ, പിയട്രോ പാരോളിൻ, കർദിനാൾ മാത്യു സുപ്പി, കർദിനാൾ റൈമണ്ട് ലിയോ ബെർക്ക്, ഈ 4 പേരുടെ പേരുകളാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. പാപ്പൽ കോൺക്ലേവ് നടക്കുമ്പോൾ അതിൽ 138 കർദിനാൾമാർ രഹസ്യ വോട്ടെടുപ്പിലൂടെ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കും. ഉറ്റുനോക്കുന്നത് ഒരുപക്ഷെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ഒരു മാർപ്പാപ്പ ഉണ്ടാകുമോ ഇത് അടുത്ത പിൻഗാമിയായിട്ട് എന്നുള്ളത് കാര്യമാണ്. പീറ്റർ എർക്സൺ 76 വയസ്സുള്ള ഘാനയിൽ നിന്നുള്ള
പീറ്റർ ടർസൺ ആയാൽ അദ്ദേഹം നൂറ്റാണ്ടുകളിലെ ആദ്യത്തെ ഫസ്റ്റ് ബ്ലാക്ക് പോപ്പായിരിക്കും. അദ്ദേഹം ആഗോള താപനമടക്കമുള്ള വിഷയങ്ങളിൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജനമടക്കമുള്ള വിഷയങ്ങളിൽ, സാമ്പത്തിക തുല്യത ഉറപ്പുവരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ ഒപ്പം പോപ്പ് ഫ്രാൻസിസിന്റെ പാത തന്നെ പിന്തുടർന്നുകൊണ്ട് ട്രാൻസ് സമൂഹത്തിന് വേണ്ടി അവകാശ പോരാട്ടങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാട് പ്രകടമാക്കിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള പല നിയമങ്ങളും ക്കെതിരെയും ജനജീവിതം ദുസ്സഹമാക്കുന്ന കടുത്ത നിയമങ്ങൾക്കെതിരെയൊക്കെ വലിയ ശബ്ദം ഉയർത്തിയിട്ടുള്ള ഒരാളൊക്കെ കൂടിയാണ്. മനുഷ്യാവകാശങ്ങളിൽ അഴിമതി നടക്കുന്നു, അതാണ് അദ്ദേഹം നടത്തിയ വലിയൊരു സ്പീച്ചിലൊക്കെ ഉള്ളത്. അപ്പോൾ ടർസൺ ആകുമോ ഇനിയുള്ള പോപ്പ് ഫ്രാൻസിന്റെ പിൻഗാമി എന്ന് ഉറ്റുനോക്കുകയാണ്. ഘാനയിൽ നിന്നുള്ള പീറ്റർ ടർസൺ, ആ പേരുകൾ അദ്ദേഹത്തിന്റെ പേരുണ്ട്. പക്ഷേ ഇറ്റലിയിൽ തന്നെയുള്ള പിയട്രോ പാരോലിൻ 70 വയസ്സുള്ള അദ്ദേഹമാണ് സ്വാഭാവികമായിട്ടും പോപ്പ് ഫ്രാൻസിന്റെ പിൻഗാമിയാകാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നു. അദ്ദേഹം 2013 തൊട്ട് വത്തിക്കാന്റെ സെക്രട്ടറി കൂടിയാണ്. വത്തിക്കാന്റെ എല്ലാ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലും വളരെ സുപ്രധാനമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ചൈനയുമായിട്ടും അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് ഭരണകൂടങ്ങളുമായി കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് പോപ്പ് ഫ്രാൻസിസുമായി വളരെ പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടത്തിയിട്ടുള്ള ഭരണകൂടങ്ങൾ, മിഡിൽ ഈസ്റ്റ് ഭരണകൂടങ്ങൾ, ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട നിലപാടെടുക്കുകയും ഇടപെടൽ നടത്തുകയും ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് പിയട്രോ പാരോലിൻ. അദ്ദേഹത്തിൻ്റെ പേരാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് കേൾക്കുന്നത്. ഈ ബിഷപ്പുമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചൈനീസ് ഭരണകൂടമായിട്ട് ഉണ്ടായ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റൊക്കെ അതിൻ്റെ പിറകിലൊക്കെ പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് പിയട്രോ പാരോലിൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പോപ്പ് ഫ്രാൻസിസ് ഇതുവരെ കൊണ്ടു നടന്ന നയങ്ങൾ തുടരുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ടൊരു കണ്ടിന്യൂറ്റി കാൻഡിഡേറ്റ് എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്, അദ്ദേഹം ആകാനുള്ളൊരു സാധ്യത. മൂന്നാമത് പറയുന്നത് ലൂയിസ് ആന്റോണിയോ ടാഗൽ. അദ്ദേഹം ഫിലിപ്പീൻസിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹമാണ് ആകുന്നതെങ്കിൽ അത് ആദ്യത്തെ ഏഷ്യൻ മാർപ്പാപ്പയായിരിക്കും എന്നാണ് പറയുന്നത്. കാരണം കാത്തലിക് പോപ്പുലേഷൻ ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുന്ന ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു മാർപ്പാപ്പ ആകുമോ ഇനി ആഗോള കത്തോലിക്ക സഭയുടെ തലപ്പത്ത് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെ 3 പ്രധാനപ്പെട്ട പേരുകളുണ്ട് അദ്ദേഹത്തിൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫിലിപ്പീൻസിൽ നിന്നുള്ള ലൂയിസ് ആന്റോണിയോ ടിഗാളോയും അദ്ദേഹം വളരെ ധൈര്യ സമേതം ചില നിലപാടുകൾ എടുത്ത ഒരാൾ കൂടിയാണ്. അത് സ്വവർഗ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒപ്പം സഭ വിവാഹമോചിതരോട് കാണിക്കുന്ന നിലപാടുകൾ വളരെ കടുപ്പമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതേസമയം ഫിലിപ്പീൻസിൽ അബോർഷൻ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന പ്രൊട്ടസ്റ്റിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ചെറിയ ഒരു വിമർശനം കൂടി അദ്ദേഹത്തിന് പുറത്തുണ്ട്. അങ്ങനെ 3 പേരുടെ പേര്. ഒപ്പം ഹംഗറിയിൽ നിന്നുള്ള പീറ്റർ എഡ്രോ, 72കാരനായിട്ടുള്ള പീറ്റർ എഡ്രോ, അദ്ദേഹം വളരെ പരമ്പരാഗതമായിട്ടുള്ള കത്തോലിക്ക വിശ്വാസങ്ങളെ കൊണ്ടു നടക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹമാണ് ആകുന്നതെങ്കിൽ അത് പോപ്പ് ഫ്രാൻസിസ് ഇതുവരെ തുടർന്നു വന്ന നിലപാടുകളിൽ നിന്ന് വലിയൊരു വ്യത്യാസമായിരിക്കും ഉണ്ടാവുക. ശരി അപർണ, എന്തായാലും ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ്. ആരായിരിക്കും പുതിയ മാർപ്പാപ്പ എന്നതിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിസങ്കീർണമായ, അങ്ങനെ തന്നെ വേണം പറയാൻ, അതിസങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെയാണ് സഭ പുതിയ പരമാധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത്. അത് വളരെ കൗതുകകരവുമാണ്. ആ സങ്കീർണമായ പ്രക്രിയയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകും എന്നാണ് വിവരങ്ങൾ. മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിന്റെ തീയതിയും സമയവും പക്ഷേ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. മരണശേഷം മൃതദേഹം പൊതുവെ 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിലാണ് സംസ്കരിക്കാറുള്ളത്. പോപ്പ് ഫ്രാൻസിസ് തന്റെ മൃതദേഹം ഒരുപാട് വെച്ചുകൊണ്ടിരിക്കരുത് എന്നാവശ്യപ്പെട്ടതായും ഇന്നലെ വിവരങ്ങളുണ്ടായിരുന്നു. ഇന്നലെ മാർ റാഫേൽ തട്ടിലൊക്കെ ആ തരത്തിൽ പറയുന്നുണ്ടായിരുന്നു. നിലവിൽ 91 വയസ്സുള്ള കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീനായ ഇറ്റാലിയൻ ബിഷപ്പ് ജിയോവന്നി ബാറ്റിസ്റ്റെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് നടത്തിയ ആഹ്വാനം നടപ്പാകുമോ എന്നറിയേണ്ട നിമിഷങ്ങൾ കൂടിയാണ് മുന്നിലുള്ളത്. ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കണമെന്നും ബന്ദികളെ വിട്ടയക്കണമെന്നുമായിരുന്നു ഈസ്റ്റർ ദിന സന്ദേശത്തിൽ മാർപ്പാപ്പ ലോകത്തോട് ആവശ്യപ്പെട്ടത്. Benedicat vos,
omnipotens Deus, Pater, et Filius, et Spiritus Sancti. Amen. മരണത്തലേന്ന് ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ ആഹ്വാനം സ്വീകരിക്കാൻ ഇസ്രയേലും അമേരിക്കയും ഹമാസും തയ്യാറായാൽ മധ്യേഷ്യയിൽ സമാധാനം പുലരും. ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണം. എല്ലാ ബന്ദികളെയും വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകണം. ആഗോളതലത്തിൽ ജൂതവിരുദ്ധതയിൽ ആശങ്ക അറിയിച്ച മാർപ്പാപ്പ ഗാസയിലും ഇസ്രയേലിലും യുദ്ധത്തിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും വ്യക്തമാക്കി. ഗാസയിൽ പട്ടിണി അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കണമെന്നും ലോകത്തോട് അഭ്യർത്ഥിച്ചു. മാർപ്പാപ്പയുടെ ആഹ്വാനത്തോട് അനുകൂലമായോ പ്രതികൂലമായോ ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് അനുശോചന സന്ദേശത്തിൽ ഇങ്ങനെ പറഞ്ഞു: മധ്യേഷ്യയിലെ സമാധാനത്തിനും ബന്ദികളുടെ സുരക്ഷിതമായ തിരിച്ചുവരവിനുമുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം ലഭിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. ഈ വാക്കുകളെ വേണമെങ്കിൽ പോസിറ്റീവായും വ്യാഖ്യാനിക്കാം. To share my deepest condolences with the Christian world, the Catholic world, and with the Christian communities here in Israel, the Holy Land, and Catholics in the United States for their great loss on the passing of His Holiness Pope Francis. You and I are both people of faith, and I know we share the deepest hope that his memory inspire acts of kindness and unity, dialogue between peoples, and hope for humanity. ജൂതവിരുദ്ധതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ പോപ്പെന്ന നിലയിലും ഇസ്രയേൽ സന്ദർശിക്കുകയും സയനിസ്റ്റ് ദാർശനികനായ തിയോഡോർ ഹെർസലിന്റെ ശവകുടീരം സന്ദർശിച്ച ആദ്യ പോപ്പെന്ന നിലയിലും ഇസ്രയേൽ ജനതയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പ്രത്യേക അടുപ്പമുണ്ട്. പക്ഷേ ഈ സ്നേഹം കൊണ്ട് മാത്രം പലസ്തീനോടുള്ള രാഷ്ട്രീയ തീരുമാനം ഇസ്രയേൽ മാറ്റണമെന്നില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.